വൈറൽ താരമായ പെൺകുട്ടി സുരക്ഷ ആവശ്യപ്പെട്ട് പരാതി നൽകിയിട്ടുണ്ട്. എന്നാൽ സുരക്ഷ ഒരുക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുത്തിട്ടില്ല എന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ അറിയിക്കുകയാണ്. മധ്യപ്രദേശ് പോലീസിന് നൽകിയിരിക്കുന്നത് ഒരു സേന മറ്റൊരു സേനയ്ക്ക് നൽകേണ്ട അടിസ്ഥാന സഹായം മാത്രമെന്നും കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ. ഓർഡറും ഇതാണ് സ്റ്റേറ്റസ്. അത് 20-ാം തീയതി വരെ ഏതെങ്കിലും ഫോഴ്സിബിൾ ആക്ഷൻ എടുക്കാം. ഹൈക്കോടതിയുടെ സ്റ്റേ ഉണ്ടെന്ന കാര്യം നമ്മൾ അവർക്ക് അറിയിച്ചു. അത്രയേ ഉള്ളൂ നമ്മളുടേത്. അവർ പ്രൊട്ടക്ഷനൊക്കെയായിട്ടും മറ്റു കാര്യങ്ങൾക്കായിട്ടും ഇമെയിൽ മുഖാന്തരം പലതരപ്പെട്ട ഓഫീസറുകൾക്കും പ്രസിഡന്റ് ഓഫ് ഇന്ത്യ തൊട്ട് എല്ലാവർക്കും ഇമെയിൽ കൊടുത്തിട്ടുണ്ട്. ഒരു സേനാംഗ രീതിയിൽ മറ്റു സേന അപ്രോച്ച് ചെയ്താൽ ലീഗലായിട്ട് എന്തൊക്കെ അസിസ്റ്റൻസ് കൊടുക്കാനുണ്ടോ അത് കൊടുക്കാം. അല്ലെങ്കിൽ നമ്മളിവിടെ മധ്യപ്രദേശിന് ഏതെങ്കിലും അന്വേഷണമായിട്ടും അവരുടെ അന്വേഷണത്തിൽ കൂടെ കൊടുക്കും. ആ രീതിയിലേ നമുക്ക് ചെയ്യാൻ പറ്റും. വിഷ്ണു പ്രകാശ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. വിഷ്ണു, കുറെ വ്യക്തത കുറവാണ് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ഉണ്ടാകുന്ന പെൺകുട്ടിയുടെ വിവാഹം, അതിനുശേഷം ആവശ്യപ്പെട്ട ഈ സുരക്ഷ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. എന്താണ് ഈ പെൺകുട്ടിക്ക് സുരക്ഷ നൽകാൻ പറ്റാത്തത്? അതിലൊരു നിസ്സഹായാവസ്ഥ എന്താണ് കമ്മീഷണർ പറയുന്നത്? ഈ നിലവിലെ ഈ കേസും ഇപ്പം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടികളൊക്കെ എങ്ങനെയാകും? ഈ കുംഭമേള താരത്തിന്റെ വിവാഹവുമായി അതിന്റെ അന്വേഷണത്തിനായിട്ടാണ് മധ്യപ്രദേശ് പോലീസിൽ നിന്നുള്ള പോലീസ് സംഘം കേരളത്തിൽ എത്തിയത്. കഴിഞ്ഞ 2 ദിവസമായി പോലീസ് സംഘം കൊച്ചിയിലുണ്ട്. പക്ഷേ ഇതുവരെ കേസുമായി ബന്ധപ്പെട്ട ഈ കുംഭമേള താരത്തിനെയോ അല്ലെങ്കിൽ അവരുടെ ഇപ്പോൾ വിവാഹം കഴിച്ചിട്ടുള്ള ഫർമാൻ ഖാൻ എന്ന ഭർത്താവിനെയോ കണ്ടെത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല. ഇതിനുവേണ്ടിയുള്ള അന്വേഷണം നഗരത്തിന്റെ പല ഭാഗങ്ങളിലും ഈ മധ്യപ്രദേശ് പോലീസ് നടത്തുന്നുണ്ട്. പക്ഷേ ഒരു വിവരവും ഇവർക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ ഈ അന്വേഷണത്തിന്റെ ഭാഗമായി പുറത്തുനിന്നുള്ള ഒരു പോലീസ് സംഘം കേരളത്തിലെത്തി അന്വേഷണം നടത്തുമ്പോൾ അതിന്റെ രീതിക്കുള്ള സഹായങ്ങൾ ഇല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ആശയവിനിമയങ്ങൾ ഇവിടെ കൊച്ചിയിലെ സിറ്റി പോലീസ് കമ്മീഷനുമായി ബന്ധപ്പെട്ടും അതുപോലെ മധ്യപ്രദേശ് പോലീസുമായി ബന്ധപ്പെട്ടുള്ള ആശയവിനിമയങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറും വ്യക്തമാക്കിയിട്ടുള്ളത്. ഇത് സംബന്ധിച്ച് കഴിഞ്ഞ ഈ ഒരു കേസ് വന്നതിന് പിന്നാലെ തന്നെ ഫർമാൻ ഖാൻ ഒരു മുൻകൂർ ജാമ്യാപേക്ഷ സമീപിച്ചിരുന്നു, ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ഇത് പരിഗണിക്കുന്ന കാര്യവും അതുവരെ 20-ാം തീയതിയാണ് ഇനിയിപ്പോൾ ആ കേസ് പരിഗണിക്കുക. അതുവരെ ഈ അറസ്റ്റ് തടഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറുടെ ഭാഗത്തു നിന്ന് മധ്യപ്രദേശ് പോലീസിനെ ഇക്കാര്യങ്ങളെല്ലാം അറിയിച്ചിട്ടുണ്ട്. ഏതായാലും ഈ സുരക്ഷ സംബന്ധിച്ചും ഒരു പരാതിയും ഈ പെൺകുട്ടി നൽകിയിരുന്നു. ഇതിൽ തനിക്ക് സുരക്ഷ വേണം എന്നുള്ളൊരു കാര്യവും അതോടൊപ്പം തന്നെ ഈ തരത്തിലുള്ള തീരുമാനമെടുത്തിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ അറിയിക്കുന്നത്. മറ്റൊരു സേനയ്ക്ക് നൽകേണ്ടുന്ന അഡീഷണൽ സഹായം നൽകാൻ പുറത്തേക്കുള്ള കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള വിശദീകരണം നൽകുന്നു. വിഷ്ണു പ്രകാശ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്.